ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ ഇന്ന് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. നിയമസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്നിപ്പോ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഉയർത്തി. തലസ്ഥാനത്ത് AISF നടത്തിയ പ്രതിഷേധ സമരം, PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. ഈ കാണുന്നതാണ് ആ ദൃശ്യം. പോലീസുകാർ സമരക്കാർക്ക് നേരെ ചെളി വെള്ളം ചീറ്റുന്ന സാഹചര്യം. ജലപീരങ്കിയിൽ നിന്ന് വന്നത് നല്ല കലക്കൻ ചെളിവെള്ളം. ആദ്യം കട്ടച്ചെളിയായിരുന്നു, പിന്നീട് മഞ്ഞ വെള്ളമാണ് പ്രവർത്തകർക്ക് നേരെ അടിച്ചത്. പ്രതിഷേധം തുടർന്നപ്പോൾ 3 തവണ ജലപീരങ്കി പ്രയോഗം നടത്തി. ചൊറിയുന്നുണ്ട് വളരെ മല്ലമായ വെള്ളം, മഞ്ഞ കളറാ. സെപ്റ്റി ടാങ്ക് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് അടിച്ചാന്ന് പോലെ സംശയമുണ്ട്. ദേഹത്ത് വെള്ളം വീണാളല്ലേ? അതെ, ചൊറിച്ചിൽ തുടങ്ങി. ഇത് കാണുമ്പോ അറിയാലോ, ഇത് കണ്ടെത്തിയെന്നും വല്ല സെപ്റ്റി ടാങ്കിൽ നിന്ന് കാണാൻ കൊണ്ടുവന്ന വെള്ളമായിരിക്കും. നല്ല മഞ്ഞ കളർ വരത്തില്ല, അപ്പം അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ലല്ലോ. ഈ വിഷയം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ചു. ഏതു തരം വെള്ളമാണ് ഉപയോഗിച്ചത് എന്നത് ബോട്ടിൽ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സമരക്കാർക്ക് നേരെ അഴുക്ക് നിറഞ്ഞ ചെളി കെട്ടിയ വെള്ളം അടിച്ചതിനെ സംബന്ധിച്ചുള്ള ചോദ്യം അതിശക്തമായി ഉന്നയിച്ചു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലെ AUIF-ഉം AISF-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇവിടെ നടത്തിയിരുന്നു. നിയമസഭാ മാർച്ച്. ആ മാർച്ചിനെ പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്. ഇത് ഞാൻ അപ്പോൾ മറുപടി പറയേണ്ടവർ അവിടെ ഇരിക്കുന്നില്ലേ, അവർ പറഞ്ഞോളൂല്ലോ. ഇത് കലക്ക വെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെന്റ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അത് പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒടുവിൽ ആഭ്യന്തരമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച പ്രതിപക്ഷ മര്യാദയോടുകൂടി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഉടനടി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കാട്ടിയൊരു മാന്യതയുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പ്രതിഫലിച്ചു. ജലപീരങ്കിക്കുള്ള വെള്ളമെടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നുകിൽ പഴയ കാലത്ത് ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞതിന് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെന്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്, വാട്ടർ ക്യാനിൽ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും എടുക്കില്ല. എന്താണ് ഈ വെള്ളത്തിൽ സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചിട്ട് ഞാൻ ഈ സഭയ്ക്ക് റിപ്പോർട്ട്. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ഉയർത്തിയ വിഷയം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിൽ കാട്ടേണ്ട സ്വാഭാവിക മര്യാദ. കഴിഞ്ഞ കുറച്ചു കാലമായി സതീശനും സംഘവും ചേർന്ന് കേരള രാഷ്ട്രീയത്തിൽ നശിപ്പിച്ച ആ മാന്യതയും മര്യാദയും പഴയ രാഷ്ട്രീയക്കാരായിട്ടുള്ള പിണറായി വിജയനും രമേശ് ചെന്നിത്തലയൊക്കെ ഇപ്പോഴും തുടർന്ന് പോരുന്നുണ്ട് എന്നതിന്റെ നേർസാക്ഷ്യം. ഭരണപക്ഷത്ത് ആര് വേണോ എപ്പോഴും വേണോ വരാം, അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് തരം മാന്യതയാണ് കാട്ടേണ്ടതെന്ന് ഇന്നലകളിൽ പിണറായി വിജയൻ കാട്ടിയിട്ടുണ്ട്. ആ മാന്യത ഇന്നിപ്പോ രമേശ് ചെന്നിത്തലയും കാട്ടുന്നു. പഴയ രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടിയതിന്റെ പ്രത്യേകതയാണ്. പക്ഷേ സതീശൻ ഉൾപ്പെടെയുള്ള പുതിയ കാല രാഷ്ട്രീയക്കാർ നുണകളിലൂടെ ജനങ്ങളെ പറ്റിക്കുക, വഞ്ചിക്കുക, നുണകളിലൂടെ സഞ്ചരിക്കുന്നതാണ് മികച്ച രാഷ്ട്രീയ പ്രവർത്തകനെന്ന് കരുതുകയും അങ്ങനെയുള്ള വ്യക്തികൾക്ക് നടുവിൽ നിൽക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ രാഷ്ട്രീയ മാന്യതയുടെ നേർസാക്ഷ്യമാണ് ഇന്ന് സഭയിൽ കണ്ടത്.
കേരള രാഷ്ട്രീയം ആഗ്രഹിക്കുന്നതും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടതും ഇത്തരം മാന്യതകളും മര്യാദകളുമാണ്. ഉന്നയിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തേണ്ടത്. എതിരഭിപ്രായങ്ങളും എതിർ നിലപാടുകളും ഉണ്ടാകാം, അതൊക്കെ പറയാം. പക്ഷേ ശരിയായ രീതിയിൽ അല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് പരിശോധിക്കാം, അതിനെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതാണ് സഭകളിലൊക്കെ പുലർത്തേണ്ട മാന്യത. അത് ചെന്നിത്തല വളരെ കൃത്യമായി കാത്തുസൂക്ഷിച്ചു. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു.